ബ്രേക്ക്ഫാസ്റ്റ് റെഡിയല്ലേ? എന്റെ ആലീസ് എന്ത് നേരത്തെ പോണോന്ന് പറഞ്ഞല്ലേ, എന്നാടി റെഡിയാക്കാത്ത? അയ്യോ അങ്ങനെ പറഞ്ഞ അങ്ങനെ ശരിയാവും. ഇവിടെ ആണെങ്കിൽ മീനാക്ഷി വന്നിട്ടില്ല. ഞാനാണ് കിടന്ന് പെടാപ്പാട് വിട്ടോണ്ടിരിക്കുക. ഒരു 15 മിനിറ്റ് ഇപ്പൊ തരാം. 15 മിനിറ്റാ? നടക്കത്തില്ല ആലീസേ. ഒരു കാര്യം ചെയ്യാം, ഞാൻ പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോളാം, നീ ഇന്ന് ഉണ്ടാക്കണ്ട. അത് കൊള്ളാല്ലേ ചായ. അപ്പൊ ഞാൻ ഇവിടെ കിടന്ന് ഇത്രയും പണിയെടുത്തതോ? ഇടി ഒരു കാര്യം കൃത്യസമയത്ത് ചെയ്തില്ലേ പിന്നെ അത് ചെയ്തിട്ട് യാതൊരു കാര്യവുമില്ല. അതുകൊണ്ട് ഇന്ന് അതങ്ങ് വിട്, ഞാൻ പോവാ. അല്ല അപ്പൊ ഉച്ചയൂണ അതും ആയിട്ടില്ല. ആലിസ്, വല്ലപ്പോഴുമാണ് ഞാനൊന്ന് നേരത്തെ പോണോന്ന് പറയുന്നത്. പെട്ടെന്ന് കയറി പറഞ്ഞു തന്നല്ലോ. ഇന്നലെ രാത്രിയെ ഞാൻ പറഞ്ഞില്ല ഇന്ന് എനിക്ക് നേരത്തെ പോണം, നേരത്തെ എനിക്ക് ആഹാരം വേണമെന്ന്. നിനക്കൊന്ന് കാലത്ത് ഒന്ന് നേരത്തെ എഴുന്നേറ്റ് ഇതൊക്കെ ഉണ്ടാക്കിയാൽ എന്നാ? ഒരു കാര്യം ചെയ്യാം, ഞാന് പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ ഉച്ചയൂണുണ്ട്, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. അയ്യോ കുറച്ച് സമയം എനിക്ക് ദാഹിച്ചായ. എന്തിനാ വെറുതെ പുറത്തുനിന്ന് കളിച്ച് വയറ്റൊക്കെ ചീത്താക്കുന്നത്? എന്തൊരു സ്നേഹം! ഈ സ്നേഹം ഉണ്ടായിരുന്നെ നീ ഉണ്ടാക്കി വെക്കത്തില്ലേ? ഇനിയിപ്പോ വേണ്ട, ഞാൻ വിട്ടു. അതുമല്ല, പാപ്പച്ചൻ ചേട്ടന്റെ കടയിലെ നല്ല ബീഫ് വരട്ടിയതുണ്ട്. എന്റെ പൊന്നെ, എന്റെ ജീവിതത്തിൽ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉള്ള ബീഫ് വരട്ടിയത് ഞാൻ കഴിച്ചിട്ടില്ലടി. എന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ ഭയങ്കര നല്ല സൂപ്പർ ബീഫ് വരട്ടിയതുണ്ടെന്ന്? സത്യത്തിൽ എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഒറ്റ പ്രാവശ്യം കഴിച്ചിട്ടുള്ളൂ കേട്ടോ. എൻ്റെ ടേസ്റ്റ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. നീ എന്തായാലും താമസിച്ചതൊക്കെ ചെയ്തത് നന്നായി. ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. ഓക്കെ, ബൈ. അതെ, ഈ പിന്നെ പാപ്പച്ചൻ ചേട്ടന്റെ കടലിലെ ബീഫിന് അത്രക്ക് ടേസ്റ്റ് ആണോ? ഒരു രക്ഷയില്ലടി. ഞാൻ വെക്കുന്നില്ലല്ലോ. നീ വെക്കുന്ന കുഴപ്പമില്ല, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വേറെ ലീഗ്. അങ്ങനെ പറയില്ല ഇച്ചായ. ഇച്ചാനെ അറിയാലോ, നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും നന്നായിട്ട് ബീഫ് വെക്കുന്ന ഞാനാ. അവിടെ എന്തൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിലും ബീഫ് മാറ്റി വെക്കും. എന്നിട്ട് പറയും ആരും തൊടരുത്, അത് ആലീസിനെ കൊണ്ട് വെപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ചെയ്യാറില്ലേ? ഞാൻ അത്ര നന്നായിട്ട് ബീഫ് വെക്കുന്നതല്ലേ. അവിടെ എന്നേലും നല്ല ടേസ്റ്റിലാണോ പാപ്പച്ചൻ ചേട്ടൻ വെക്കുന്നത്? നിന്റെ കുടുംബക്കാരും പാപ്പച്ചൻ ചേട്ടന്റെ കടയിലെ ബീഫ് കഴിച്ചിട്ടില്ലല്ലോ. പിന്നെ എല്ലാരും ഒരുപോലെ തന്നെയല്ലേ ബീഫ് വെക്കുന്നത്? എന്റെ പൊന്നെ അല്ല ഇടി, ഞാൻ ഈ ബീഫ് കഴിച്ചു കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, എനിക്കങ്ങ് ക്യൂരിയോസിറ്റി ഇത് എങ്ങനെയാ വെക്കുന്നതെന്ന്. കണക്ക് വന്ന് പറഞ്ഞു തരുകയും ചെയ്യാലോ. പക്ഷെ നമുക്കിവിടെ വെക്കുന്നത് പ്രാക്ടിക്കൽ അല്ല. വേറെ മസാല കൂട്ടാണോ? മസാല വേറെ കൂട്ട്, അത് വിട്, അതൊന്നും അല്ല. ഇത് വിറകടുപ്പിലാ വെക്കുന്ന. ഇരുമ്പ് തവയില് വിറകടുപ്പിൽ ഇത് അങ്ങോട്ട് വെച്ചിട്ട് ചെറിയ ഉള്ളിയാ ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി കട്ട് ചെയ്തിടത്തില്ല, ചെറിയ ഉള്ളി മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്ത് എണ്ണയിൽ ഇടുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഏലക്കയും പട്ടയും പിന്നെ പെരിഞ്ചീരകവും. കടുകും പൊട്ടിക്കും? ഇല്ലല്ല, കടുകില്ല, പെരിഞ്ചീരകവും ഇട്ടിട്ട് ഇത് ആദ്യം പൊട്ടിക്കും. എന്നിട്ടാണ് ഈ ഉള്ളി ഇടുന്നത്. ഉള്ളി നല്ല മൂത്ത് വന്ന് അതിങ്ങനെ ഈ ബ്രൗണിനുള്ള ഡീപ് ബ്രൗൺ ആവുമ്പോഴേക്കും അതിൽ വറുത്തരച്ച മുളകും മല്ലിയും വറുത്തരച്ച് അവിടെ തന്നെ പൊടിച്ച ഈ മുളകും മല്ലി ഇടും. മുളകും മല്ലി ഇട്ടിട്ട് അപ്പോഴും വെള്ളമൊന്നും ഒഴിക്കത്തില്ല. ഇതിങ്ങനെ മൂപ്പിച്ച് നല്ല ഇതിൻ്റെ ഈ ചുവന്ന കളർ അങ്ങോട്ട് മാറിയിട്ട് ഈ മുളകിൻ്റെയും ഈ മല്ലിയുടെയൊക്കെ ഇതുണ്ടല്ലോ കുത്തല്, ആ കുത്തല് മൊത്തമായിട്ട് അങ്ങ് മാറി നന്നായിട്ട് വെന്തതിന് ശേഷം മാത്രം ഈ ബീഫ് അങ്ങോട്ട് എടുത്തിടും. മഞ്ഞളിടും. ബീഫ് അങ്ങോട്ട് ഇട്ടതിന് ശേഷം ഈ അരപ്പിലുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വഴറ്റി അങ്ങോട്ട് എടുത്തിട്ട് വെള്ളം ഒഴിക്കാതെ തന്നെ കുറച്ച് അടച്ചു വെക്കും. അടച്ചു വെച്ചതിന് ശേഷം തുറന്ന് ഉപ്പൊക്കെ നോക്കിയിട്ട് പിന്നെ വെള്ളം ഒഴിച്ച് അങ്ങോട്ട് തിളപ്പിക്കും. തിളച്ച് നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വന്ന് ബീഫ് വേകുന്നത് വരെ. അത് വിറക് വെക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. കുറേ വിറകെടുത്ത് ഇങ്ങനെ ഒരുപാട് വേപ്പിച്ചിട്ട് തീ ഒരുപാട് കത്തിക്കത്തില്ല. ഒരു 2-3 വിറക്, തീ ഒന്ന് കൂടുന്നതും വിറകെടുത്ത് മാറ്റി അണച്ചു വെക്കും. എന്നിട്ട് തീ ആവശ്യമുള്ളൂ ഇങ്ങനെ കൂടെ നിന്നിട്ടുണ്ടല്ലോ ഇതിങ്ങനെ തിളപ്പിച്ച് ഈ കറിയുമായിട്ട് നീ വെക്കുന്ന പോലെ നിന്റെ പാക്കകത്തിട്ട് അടച്ചിട്ട് കേക്ക്. നീ ഇത് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. വിറകടുപ്പ് പ്രാക്ടിക്കൽ അല്ല എന്നാലും. എന്നിട്ട് ഇതിങ്ങനെ വരണ്ടിങ്ങനെ വന്ന് ഈ വെള്ളം ഇതിൻ്റെ കൂടെ അങ്ങോട്ട് ചേർന്ന് കൂട്ടി ഇതിനെങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി അവസാനം ഉണ്ടല്ലോ ഈ കറിയും ബീഫുമായിട്ട് അങ്ങോട്ട് ചേർന്ന് വരും. വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പാകത്തിനിട്ട് ബീഫ് ആദ്യമേ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ബീഫ് നല്ല ടെൻഡറായിരിക്കും. ആ ബീഫ് ഞാനേ ഈ സാധനത്തിൽ നിന്ന് കോരി പാപ്പച്ചൻ ചേട്ടൻ ഒരു ബീഫിൻ്റെ കഷ്ണം എനിക്കിങ്ങനെ തന്നിട്ട് പിടിച്ചു നോക്കാൻ പറയും. പിടിച്ചപ്പോഴേ നീ അലുവ പോലെ ഇങ്ങനെ പോവാ. ഞാൻ ഊതിയിട്ട് ഈ ബീഫ് അങ്ങോട്ട് എടുത്തു വെച്ചിട്ട് പറയട്ടെ അങ്ങോട്ട്
ബീഫ് ഇങ്ങനെ കഷ്ണം ഇങ്ങനെ എടുത്ത് വെച്ചിട്ടേ അതായത് ഈ മസാലകളൊക്കെ അങ്ങോട്ട് കൂടി ബീഫിൻ്റെ കൂടെ ഒരുമിച്ച് ചേർന്ന് വെളുത്തുള്ളി ഇഞ്ചി ഇത് ഇറക്കുന്നതിന് മുന്നേ ചെറുതായിട്ട് ഇറക്കുന്നതിന് മുന്നേ മാത്രമല്ല, നേരത്തെ എടുത്തില്ല, കുരുമുളക് ഒന്ന് വിതറി അതും കൂടെ അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് വെക്കും. എൻ്റെ പൊന്നോ, നീ നേരത്തെ ചോദിച്ചോലെ ഈ ബീഫ് എന്തിൻ്റെ കൂടെ കഴിക്കാമെന്ന് ചോദിച്ചാൽ എന്തിൻ്റെ കൂടെ തന്നാലും കഴിക്കാം. അതിൽ നിന്നൊരു മണം അടിക്കുമടിയോ. എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ, ഇതും പഴംപൊരിയും ചേർത്ത് കഴിക്കണമെന്ന്. പക്ഷേ ഈ ബീഫ് ഉണ്ടായിരുന്നപ്പോൾ പഴംപൊരി അവിടെ ഇല്ലായിരുന്നു. അടുത്ത പ്രാവശ്യം പഴംപൊരി ഉള്ളപ്പോൾ പോയിട്ട് ഈ ബീഫ് വരട്ടിയതും പഴംപൊരിയും ഇല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പാഴ്സൽ മേടിച്ചോണ്ടിരാ, നീ പഴംപൊരി ഉണ്ടാക്കൂ. വേണ്ട, നിന്റെ പഴംപൊരി തോൽവിയാ. ഈ സാധനം എൻ്റെ പൊന്നുമക്കളൊന്ന് കഴിക്കണം. ഞാൻ എന്തായാലും ഇന്ന് പാപ്പച്ചൻ ചേട്ടൻ്റെ കടയിലെ ബീഫ് എടുത്ത് വെച്ചൊരു പിടുത്തം പിടിക്കും. ഉച്ചകൂണിനും അതെ, ബ്രേക്ക്ഫാസ്റ്റിനും മതി. എന്തായാലും എൻ്റെ കൊച്ച് ആഹാരം ഉണ്ടാക്കാൻ താമസിച്ചത് നന്നായി. വെരി ഗുഡ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മോളെ. ഞാൻ പോയി അവിടുത്തെ ബീഫ് വരട്ടിയതും കഴിച്ച് രാവിലെയും ഉച്ചയ്ക്കും ഒക്കെ കഴിച്ച് വരാം. മോളിവിടെയുള്ള എന്തെങ്കിലും പച്ചക്കറി കൊണ്ടുണ്ടാക്കി എന്തെങ്കിലും വൃത്തികെട്ട കറിയും ഉണ്ടാക്കി കഴിച്ച് ഇവിടെ ഇരി. ഫോട്ടാടി ചക്കരെ. ആഹാ, ലംബോദരൻ മാഷായിരുന്ന ഡോക്ടർ ജോർജ് കുട്ടിയില്ലേ? ഇല്ല, ഇച്ചാൻ നേരത്തെ പോയി. ഇത്ര നേരത്തെയോ? സാധാരണ 9:30 കഴിഞ്ഞാണല്ലോ ഡോക്ടർ പോകുന്നത്. ഇന്ന് കുറച്ച് ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു, അങ്ങനെ നേരത്തെ പോയി. എന്താ മാഷ പ്രശ്നം? അത് ഡോക്ടറോട് പറയാനുള്ള കാര്യമാണ്. ഒരു കാര്യം ചെയ്യാം, ഞാൻ മൃഗാശുപത്രിയിലോട്ട് പോകാം. അല്ലെങ്കിൽ വേണ്ട, ആ സ്ത്രീ അവിടെ ഉണ്ടാവും. ആര്? ആ അനുരാധ. എനിക്കവളെ കാണുന്നതേ കലിപ്പ. മുഖാമുഖം കണ്ടാൽ അടിച്ചവളെ പല്ലി ഞാൻ താഴെ ഇടും. സത്യം മാഷെ, എനിക്കും അവളെ തീരെ ഇഷ്ടമല്ല. അവളെ ഇച്ചിരി പ്രശ്നക്കാരിയാ. പെണ്ണുങ്ങളായ ഇത്ര അഹങ്കാരം പാടില്ല. സത്യത്തിൽ ഞാൻ വന്നത് തന്നെ അക്കാര്യം സംസാരിക്കാൻ വേണ്ടിയാണ്. എനിക്ക് വേണ്ടി ഡോക്ടർ അവളോടൊന്ന് സംസാരിക്കുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അയ്യോ മാഷെ, ഇച്ചായനുണ്ടല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സംസാരിക്കത്തില്ല. സത്യം പറയാലോ മാഷെ, ഇച്ചായൻ അവളെ തീരെ ഇഷ്ടമല്ല. പിന്നെ ഇച്ചായന്റെ ഒരു സ്വഭാവം അറിയാലോ, വേറെ ഒരു പെണ്ണുങ്ങളോട് ഒന്നും സംസാരിക്കത്തില്ല. എന്താ മാഷെ പ്രശ്നം? 2 വർഷമായി അവൾ എന്റെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുകയാണ്. 2 വർഷത്തിലൊരിക്കൽ വാടക കൂട്ടിത്തരണമെന്ന് പറയുന്നത് തെറ്റാണോ? ഞാനിത് ചോദിക്കുമ്പോഴേക്ക് അവൾ എന്നെ പുച്ഛിച്ച് തള്ളുകയാണ്. പക്ഷെ എനിക്ക് എന്റെ വാടക കിട്ടണ്ടേ? ആഹാ, അത് കൊള്ളാലോ. മാഷ അവളുടെ വീട്ടിലോട്ട് ചെല്ല്, എന്നിട്ട് വാടക കൂട്ടി തന്നില്ലെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങണമെന്ന് പറയണം. മാഷ് എന്തിനാ മേടിക്കുന്നത്? മാഷിന്റെ വീടല്ലേ. പേടിയൊന്നുമില്ല. ഞാൻ അവിടെ പോയതുമാണ്. എന്നിട്ടെന്താ, സംസാരിച്ചു തുടങ്ങിയപ്പോ തന്നെ അവള് പറഞ്ഞു എന്തെങ്കിലും കഴിച്ചിട്ട് സംസാരിക്കാമെന്ന്. നല്ല അപ്പവും ബീഫും ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ പൊന്ന അലീസെ, ബീഫ് എന്ന് പറഞ്ഞാൽ എന്റെ ഒരു വീക്ക്നെസ്സാ. എന്നാ ഞാനും കരുതി കഴിച്ചു കളയാമെന്ന്. എന്റെ പൊന്ന അലീസെ, ഓ, ഇത്രയും രുചികരമായ ബീഫ് ഞാൻ എന്റെ ജീവിതത്തിൽ കഴിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് ഇത് വിറകടുപ്പിലുണ്ടാക്കിയ ബീഫാണെന്ന്. അതാ ഇത്ര ടേസ്റ്റ്. ഈ ചീനിച്ചട്ടി എടുത്ത് അടുപ്പത്തോട്ട് വെച്ച് അതിങ്ങനെ ചൂടായി വരുമ്പോ നല്ല പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഗ്രാമ്പും ഏലക്കയും കുരുമുളകും എല്ലാം കൂടി ഇട്ട് അങ്ങോട്ട് വരട്ടി എടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോ നല്ല ചെറിയ ഉള്ളി, നല്ല കൊഴുകുഴായിരിക്കുന്ന മുട്ടൻ ചെറിയ ഉള്ളി കുറെ അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് വാഴട്ടി എടുത്തിട്ട്, ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഉള്ളി കട്ട് ചെയ്തെടുത്തില്ല, ചെറിയ ഉള്ളി മുഴുവനായിട്ട് തന്നെ ഇട്ടിട്ട് എണ്ണയിൽ നന്നായിട്ട് ഇങ്ങനെ വഴറ്റിയെടുത്ത് ഈ സമയത്ത് ബീഫ് മഞ്ഞപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഇളക്കി പരിവാക്കി വച്ചേക്കും. എന്നിട്ട് അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് ഇങ്ങനെ വഴട്ടി എടുത്ത് വരുമ്പോ ഉണ്ടല്ലോ എന്റെ പൊന്ന ആലീസ്, നല്ല കറുകറാന്നാവും. ഇതിൽ നിന്നൊരു കഷ്ണം എടുത്ത് നാക്കിലോട്ട് വച്ചാലുണ്ടല്ലോ അലിയുന്ന പോലെ അങ്ങ് അലിഞ്ഞു പോകും. ബീഫിന്റെ കഷ്ണം എനിക്കിങ്ങനെ തന്നിട്ട് പിടിച്ചു നോക്കാൻ പറഞ്ഞു. പിടിച്ചപ്പോഴേ ദേ അലുവ പോലെ ഇങ്ങനെ പോവുക. അത്ര ടേസ്റ്റ് ആയിരുന്നു. ഈ ബീഫ് കഴിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഞാൻ പോയ കാര്യം പറയാൻ മറന്നുപോയി. അല്ലെങ്കിൽ തന്നെ വയറ് നിറച്ച് ആഹാരം കഴിച്ചിട്ട് അവരെ തെറി വിളിക്കുന്നത് ശരിയല്ലല്ലോ. അല്ല, അലിസ് എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല മാഷേ. അപ്പൊ അതാണ് ഈ ബീഫ് വരട്ടിയതിന്റെ കഥ. ഇത് കഴിക്കാൻ വേണ്ടിട്ടാ ഇവിടെ നൂണ് പോലും എടുക്കാതെ പോയത്. എന്താണ് ആലീസ്? ഒന്നുമില്ല മാഷേ. മാഷ് എന്തായാലും ഇപ്പൊ ഇവിടെ വന്നതേ നന്നായി. സമയം എത്രേ? 9. ഇവരോട് ചോദിച്ചില്ല, അനുരാധയോട് സമയം എത്രേ? 10 മണി. ഇയാൾക്ക് 9 തരാം, ഇവിടെ 10 മണിയായി.
എത്ര മണിക്കാ വരാൻ പറഞ്ഞേ? 9 മണിക്ക്. എന്നിട്ട് അത് ഡോക്ടറെ ഞാൻ 8:30 ഇറങ്ങിയതാ. എന്നിട്ട് ഇങ്ങ് എത്തിയില്ലേ? അതല്ല, പെട്ടെന്ന് അംബിക ചേച്ചിക്ക് വയ്യാതായി. അതുകൊണ്ട് പിന്നെ ഒരു വണ്ടി വിളിച്ച് സൂസനയും കൂട്ടി ഹോസ്പിറ്റലിൽ വിട്ടിട്ടാ വന്നത്. അതല്ല. അനുരാധേ, ആവശ്യമില്ലാത്ത എക്സ്ക്യൂസ് പറയരുത്. അയ്യോ, നിങ്ങൾ സ്ഥിരമായിട്ട് 11-11:30 വരുന്നതെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഒരു ദിവസമാണ് നേരത്തെ വരാൻ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കയറി വന്നിരിക്കുന്നതോ? അല്ല സാറേ, ഒരാൾ വയ്യാതെ കിടക്കുമ്പോൾ ആശുപത്രി കൊണ്ടുപോകണ്ടേ സാറേ? എന്റെ പൊന്ന് ദിവാറിനോട് ഞാൻ ചോദിച്ചില്ല. അല്ല, ഒരു മനസാക്ഷി കയ്യിൽ വെച്ചിരുന്നാൽ മതി. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കൃത്യസമയത്ത് ഇവിടെ ഒന്ന് ജോലി ചെയ്തില്ലെങ്കിൽ മാസം നിങ്ങൾക്ക് ശമ്പളം തരുന്നതേ സർക്കാർ വെറുതെ അല്ല, കൃത്യമായിട്ട് ഒന്ന് ജോലി ചെയ്യാനാണ്. അത് ചെയ്തിരിക്കണം. ഇനി ആവർത്തിക്കില്ല ഡോക്ടർ. എന്നാ ചെല്ല്. ഞാനും ആവർത്തിക്കത്തില്ല. ഇയാളെ പോ, ചെല്ല്. മനുഷ്യനോട് വിശന്ന് ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാൻ നിൽക്കുക. അതെ, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്ന ഡോക്ടർ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ഒരു സത്യം പറയട്ടെ, ദേഷ്യപ്പെടുമ്പോൾ ഡോക്ടറെ കാണാൻ ഭയങ്കര ഭംഗിയാ. അതെ, എന്തോ ഇതുപോലത്തെ ഉഡായിപ്പ് നമ്പറുമായിട്ട് നേരെ നിൽക്ക്. മേലാൽ എൻ്റെ മുന്നിൽ വന്നേക്കരുത്. ഞാൻ റിപ്പോർട്ട് ചെയ്യും. പിന്നെ വീട്ടിൽ പോയി ജോലി ചെയ്യാം. പോ. മിണ്ടൂലേ? എന്ത് സാധനമാണിത്? ഇതിനെയും കൊണ്ട് ഞാൻ ഈ മൃഗാശുപത്രി എങ്ങനെ മുന്നോട്ട് കൊണ്ട് കിടക്കും? ആലിസേ, ഒരു ചായ എടുത്തേ, നല്ല ക്ഷീണം. ആലിസേ, കിലുക്കി വരുന്നുണ്ടല്ലോ. ഞാൻ വിളിച്ചത് നീ കേട്ടില്ലായിരുന്നു? തൊണ്ട പൊട്ടി വിളിക്കുമായിരുന്നു. നിന്റെ വാക്യത്തെന്താ നാവില്ലേടി? ചെടി ഒരു ചായ എടുക്കാൻ. എന്താ വേണ്ടത്? അതല്ലേ പറഞ്ഞത്, ചായ വേണോന്ന്. വൈകിട്ട് സാധാരണ ഞാൻ വന്ന എനിക്ക് സ്ഥിരമായിട്ട് തരാറുള്ള മനോഹരമായ ചായ, എമ്മി ആയിട്ടുള്ള ചായ വന്നിട്ടേടി. പാപ്പച്ചൻ്റെ കടയിലെ ബീഫിന്റെ അത്ര രുചി വരത്തില്ലല്ലോ. ബീഫിന്റെ അത്ര രുചിയോ? എടി, ബീഫും ചായയും തമ്മിൽ ആരെങ്കിലും കമ്പയർ ചെയ്യോ? ബീഫ് വേറെ, ചായ വേറെ. എൻ്റെ പൊന്നുമോൾ എന്തൊക്കെ പറഞ്ഞാലും നിന്റെ ചായ എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവല്. അതിൻ്റെ ആ റേഷ്യോയും അതിൻ്റെ ആ കടുപ്പും എല്ലാം കൂടെ വരുമ്പോൾ ഉണ്ടല്ലോ, വൈകുന്നേരം ക്ഷീണിച്ച് വന്നു കഴിയുമ്പോൾ എൻ്റെ പൊന്നുമോൾ ആ ചായ ഇട്ട് തരുന്നു, ഞാൻ കുടിക്കുന്നു, ഊർജം വരുന്നു. വേറെന്തൊക്കെ കിട്ടി? വേറെന്തൊക്കെ കിട്ടിയെന്ന് ഡേ നീ ചുമ്മാ തമാശ പറഞ്ഞു. അപ്പോൾ ചായ എടുപ്പോ. ചായ എടുക്കലൊക്കെ ഞാൻ നിർത്തി. ഈ ചായ കുടിക്കണമെന്നുണ്ടെങ്കിൽ പാപ്പച്ചൻ്റെ കടയിൽ പോയി കുടിക്കും. ചെല്ലു പോ. അത് മനസ്സിലായില്ല. ആണോ? ഞാൻ മനസ്സിലാക്കി തരണോ? എനിക്കെല്ലാം മനസ്സിലായി. എന്ത്? അത് എന്നെ കൊണ്ട് തന്നെ പറയിപ്പിക്കണോ? എന്നാന്ന് വെച്ചാ നീ പറ. ദയിച്ചായ, ഇച്ചായൻ ആദ്യം സത്യം പറഞ്ഞു പഠിക്കും, എന്നിട്ട് ഞാൻ എന്താ കാര്യം എന്ന് പറയാം. സത്യം പറഞ്ഞു ആലിസ. ആലിസേ, എടി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് മുഖം വീർപ്പിക്കരുതെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്. നീ സംസാരിക്കുന്ന പെരുമാറുന്നതൊക്കെ കണ്ടാ തോന്നുന്നു ഞാൻ എന്തോ കുഴപ്പമുണ്ടാക്കി. അപ്പൊ കാണിച്ചത് കുഴപ്പമാണെന്ന് വെച്ചാൽ അറിയാം. എന്നാ കുഴപ്പമൊന്നും? എടി, പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ നിന്ന് ആഹാരം കഴിച്ചാൽ എന്നാ കുഴപ്പം? എന്നാ? എവിടുന്ന? പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ നിന്ന് ആഹാരം കഴിച്ചാൽ എന്നാ കുഴപ്പം? ഇത്രയൊക്കെ ആയിട്ടും നോണ പറയുന്നതിന് ഒരു കുറവുമില്ല. എന്നാ നോണേന്ന്? എടി, ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞതാ എനിക്കിന്ന് നേരത്തെ പോണോന്ന്. ഞാൻ റെഡിയായി ഇവിടെ ഒന്ന് നോക്കുമ്പോ നീ എന്നാ ചെയ്യുക? പച്ചക്കറി കട്ട് ചെയ്തോണ്ടിരിക്കുക ആണോ? എനിക്ക് പോണ്ടേ? പോയിട്ട് അവിടെ പോയിട്ട് എനിക്ക് വിശന്നിരിക്കാൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ പാപ്പച്ചൻ ചേട്ടൻ്റെ ആഹാരം കഴിച്ചു. അതിനെന്നാ കുറ്റം? സംഭവിച്ചത് ഇതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ സംഭവിച്ചതല്ലോ. എന്നാ പിന്നെ എന്റെ തമ്പുരാട്ടി പറ, എന്നാ സംഭവിച്ചത്? ഇച്ചായനൊരു ധാരണയുണ്ട്, ഞാൻ വെറും മണ്ടിയാണെന്ന്. ഇച്ചായൻ പറയുന്നതെല്ലാം വിശ്വസിച്ച് ഈ ലോകത്ത് നടക്കുന്ന ഒന്നും അറിയാതെ ഞാൻ ഇവിടെ ഇരിക്കുവാണെന്ന്. പക്ഷെ ഇച്ചായനെ തെറ്റി. ഈ ആലീസേ ഇവിടെ ഇരുന്നാ മതി, ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ എത്തും. എന്നാ എത്തിയത്? അതൊന്ന് പറ. കുറെ നാളായി ഞാൻ വെക്കുന്ന ആഹാരത്തിനൊന്നും രുചി പോരാ. പണ്ടൊന്നും ഇങ്ങനെയല്ലായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഓരോരുത്തരുടെ സൂക്കേട് മനസ്സിലായത്. എന്നാ സൂക്കേടെന്നാ എന്റെ തമ്പുരാട്ടി പറഞ്ഞാട്ടെ. ദയിച്ചായ, ഒരുപാട് കിടന്ന് അഭിനയിക്കല്ലേ. രുചി കൂടിയ ആഹാരം കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പൊ എന്നെ വേണ്ടാതെയായി. എന്റെ ആലീസ, രുചി കൂടിയ ഭക്ഷണം ഹോട്ടലിൽ നിന്ന് കഴിച്ചു എന്ന് കരുതി ആരെങ്കിലും ഭാര്യയെ വേണ്ടെന്ന് നോക്കിയോടി? എന്നാ അർത്ഥാനാടി? അത് ഹോട്ടലിൽ നിന്നാണെങ്കിലല്ലേ. പിന്നെ എവിടെ നിന്ന്? ഓ എന്റെ പൊന്നോ, ഈ ചായന്റെ അഭിനയം ഗംഭീരമായിരിക്കുന്നു. പക്ഷെ അതുണ്ടല്ല, എന്റെ അടുത്ത് ചെലവാകത്തില്ല. ബീഫ് വരട്ടി എവിടെ നിന്നാണെന്നൊക്കെ ഞാൻ അറിഞ്ഞ്.
അതിന് രുചി പറ്റിയത് കൊണ്ടാണല്ലോ ഇച്ചായൻ രാവിലെ കെട്ടിയെടുത്ത് അങ്ങോട്ട് പോയത്. അപ്പൊ എന്റെ ഫുഡ് ഒഴിവാക്കാലോ. ഇടി ഒന്ന് വ്യക്തമായിട്ട് പറയും, എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന്. നീ എന്നാക്കിയ ഈ പറയുന്നേ? ആണോ? മനസ്സിലാവുന്നില്ല? മനസ്സിലാകുന്നില്ല. ഞാൻ മനസ്സിലാക്കി തരാം. ഇങ്ങനെ കള്ളത്തരം കാണിക്കുന്ന ഇച്ചാനുണ്ടല്ലോ, എന്റെ കൈ കൊണ്ട് പച്ചവെള്ളം ഈ വീട്ടിൽ നിന്ന് കിട്ടുമെന്ന് വിചാരിക്കണ്ട. അല്ലെങ്കിൽ തന്നെ എന്റെ കൈ കൊണ്ട് എന്തിനാ ഇനി പച്ചവെള്ളം? അതൊക്കെ തരാൻ വേറെ ആളുകളുണ്ടല്ലോ, അവിടെ പോയി അങ്ങ് കുടിച്ചാ മതി. ഇടി നീ എന്നാക്കി ഉദ്ദേശിക്കുന്നത്? എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല, അതുകൊണ്ടാ. ആരോ വന്നിട്ടുണ്ട്, ഞാൻ പോയി നോക്കാൻ പോവുക. എന്റെ പൊന്ന ആലീസ, നീ ഒരു ചായ ഇട്. എന്റെ കൈ കൊണ്ട് ചായ എടുത്ത് ഈ ചായ കുടിച്ചത് തന്നെ. ആലീസേ, ഇങ്ങോട്ട് നോക്ക്. ചായ മാത്രമല്ല, രാത്രിത്തെ അത്താഴം, നാളെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഇതൊന്നും ഇവിടുന്ന് ഉണ്ടായിരിക്കുന്നതല്ല. ആലീസ് ഒരു കാര്യം തീരുമാനിച്ചേ, അത് അങ്ങനെ തന്നെ നടപ്പിലാക്കും. മതി മതി, ചെല്ലി പോ. പവിത്ര. ഡോക്ടർ നേരത്തെ ഇറങ്ങിയായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നായിരുന്നു. ആണോ? ഞാൻ നേരത്തെ അങ്ങ് പോന്നു. വരുന്ന വഴിക്ക് ആ ഭാസ്കരന്റെ പശുവിന് ഇച്ചിരി വയ്യായിരുന്നു. അപ്പൊ ആ വീട്ടിൽ കയറി ആ പശുവിന് മരുന്നൊക്കെ കൊടുത്തിട്ടാ വന്നെ. ചുമ്മാതല്ല, ഞാൻ അനുരാധയോട് ചോദിച്ചു. അപ്പൊ അവളാണെ പറയാ നമുക്ക് അറിയത്തില്ലെന്ന്. ഒരു ഉടക്ക് മൂട് എന്താ? എങ്ങനെ ഉടക്ക് മൂടല്ലാതിരിക്കും? ഡോക്ടർ നേരത്തെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവും. അതല്ല, ഈ ചായ നേരത്തെ ഹോസ്പിറ്റലിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ പിന്നെ അവളോട് ഒറ്റയ്ക്കാ പോകത്തില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് ആർക്കാണെങ്കിലും വിഷമം ഉണ്ടാവൂന്നേ പറഞ്ഞോളൂ. അങ്ങനെയല്ലേ? എന്തിനാ വന്നേ? ഞാനേ ഡോക്ടറോട് മേടിച്ച പൈസ തരാൻ വേണ്ടിട്ട് വന്ന. കാരണം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ് സമയത്ത് ആ പൈസ തന്നില്ലെന്നുണ്ടെങ്കിൽ ഇനിയും ചോദിക്കാൻ നേരത്ത് ഡോക്ടർ എനിക്ക് തന്നില്ലെങ്കിലോ? അപ്പൊ ആ പൈസ ഉണ്ട്. ഇതൊക്കെയാണ്. ഞാനാണ് ഓക്കെ അല്ലാത്തത്. എന്ത് വൈകിട്ട് വന്നിട്ടൊരു ചായ കിട്ടിയില്ല. അതിനാലീസ് ഇവിടെ ചായ ഇല്ലേ? ചായയൊക്കെ ഉണ്ട്. എന്നാ ഇടാതെന്ന് ചോദിച്ചപ്പം അവിടെ എവിടെയും തൊടാതെ എന്തൊക്കെയോ പറയുന്നു. എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. എന്നാ? ഒന്നും ഇല്ല പവിത്ര. നമ്മളേലും രുചിയായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആളുകളുള്ളപ്പോ നമ്മുടെ ചായക്ക് എന്ത് വില? ഡോക്ടർക്ക് വേറെ ആരും ചായ ഉണ്ടാക്കി കൊടുക്കുന്ന ഇതേ അങ്ങോട്ട് ചോദിക്ക്. എനിക്കറിയത്തില്ല എന്നാ കാര്യം. എന്നാ എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പവിത്ര, എനിക്ക് ഇന്ന് രാവിലെ നേരത്തെ പോകണമായിരുന്നു. ഞാനിത് ഇന്നലെ രാത്രിയെ വന്ന് പറഞ്ഞതാ. ഞാനിന്ന് പോകാനായിട്ട് രാവിലെ ഇറങ്ങി റെഡിയായി വന്നപ്പോൾ വെണ്ടയ്ക്ക് അരിഞ്ഞുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഒന്നും ആയിട്ടില്ല. രാവിലത്തെ ഫുഡും ആയിട്ടില്ല, ഉച്ചയ്ക്കുള്ള ഫുഡും ആയിട്ടില്ല. ഞാൻ ഇറങ്ങിപ്പോയി. നമുക്ക് വിശന്ന് കിടക്കാൻ പറ്റുമോ? ഞാൻ സമയത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുത്തില്ലേലും സമയത്തിന് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ വേറെ ആളുകളുണ്ട്. അത് ആരാന്നാ ഞാൻ ഈ ചോദിക്കുന്നത്. എത്ര പേരുണ്ട്? ഇച്ചയും വലിയ മൃഗ ഡോക്ടർ അല്ലേ? ആശുപത്രിയിലുള്ളവർക്ക് വേണമെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാലോ. ആർക്ക്? ദിവാകരനോ? അവൻ തന്നെ വല്ല ചായക്കടയിൽ നിന്നും മേടിച്ച് തിന്നുക. പിന്നെ ഉള്ളെന്ന് പറഞ്ഞാൽ അനുരാധയാ. അനുരാധ വെച്ചുണ്ടാക്കി കൊടുത്തിട്ട് തിന്നതുമാ എല്ലാവരും. അതെന്ത്? എന്റെ ആലീസി അവക്ക് വൃത്തിക്ക് ഒരു ചായ പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല. ഈ പേരും പറഞ്ഞ് അവരുടെ വീട്ടിൽ കിടന്ന് എന്തോരം ബഹളമാണെന്നറിയോ? ആരേലും വല്ല ഉണ്ടാക്കി കൊടുത്താൽ അവളിരുന്ന് തിന്നും. എന്നിട്ട് ഞാൻ അങ്ങനെയല്ലല്ലോ അറിഞ്ഞത്. എന്തോ പറഞ്ഞേ? അവളുടെ ഭക്ഷണത്തിന്റെ പുണ്യത്തിനെ പറ്റിയിട്ട് ലംബോദരൻ മാഷ് ഇവിടെ വന്ന് എന്തൊക്കെ പറഞ്ഞു. എന്തൊരു പുകഴ്ത്തലായിരുന്നു അവളെ പറ്റിയിട്ട്. അതാണോ കാര്യം? അത് സംഭവം എന്നറിയോ? അതായത് ഈ വാടകയുടെ തർക്കത്തിന്റെ പേര് പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ലംബോദരൻ മാഷ് അവിടെ വന്നായിരുന്നു. അപ്പൊ ഈ അനുരാധ പറഞ്ഞ് ലംബോദരൻ മാഷിന് സോപ്പിടാൻ വേണ്ടി നമുക്ക് ഫുഡ് കൊടുക്കാമെന്ന്. അതിന്റെ അനുരാധയ്ക്ക് വല്ലതും ഉണ്ടാക്കാൻ അറിയാവോ? അങ്ങനെ കറങ്ങി തിരിഞ്ഞ് നേരെ എന്നെ ഫോൺ ചെയ്തു. അങ്ങനെ ഞാൻ നേരെ പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ ചെന്ന് നല്ല ബീഫ് വരട്ടിയതും അപ്പവും മേടിച്ചോണ്ട് വന്നു. ഈ പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ ബീഫ് വരട്ടിയത് കഴിച്ചിട്ടുണ്ടോ? എന്റെ ദൈവമേ, എന്നാ ടേസ്റ്റ് ആണെന്നറിയോ? ഏതായാലും അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഇനി അങ്ങനെ ഒരു സമയം കിട്ടത്തുമില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഈ ഗ്യാസിനകത്ത് ഉണ്ടാക്കുന്നതല്ല പാപ്പച്ചൻ ചേട്ടൻ. പാപ്പച്ചൻ ചേട്ടൻ ഈ നല്ല ഉണക്ക വിറകിങ്ങെടുക്കും. എന്നിട്ട് ചീനിച്ചട്ടി, നല്ല ഇരുമ്പിന്റെ ചീനിച്ചട്ടി ഇല്ലേ, ഇതിനകത്തോട്ട് അങ്ങ് വെച്ചിട്ട് അതിനകത്തൊരു നല്ല പച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിക്കും. വെളിച്ചെണ്ണയുടെ മണം മാത്രം മതി നമ്മുടെ വയറെന്നറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ ഏലക്ക, കുരുമുളക്, മറ്റേ ഈ പെരിഞ്ചീരകം ഇതെല്ലാം കൂടെ പൊടിച്ചങ്ങോട്ട് ഇട്ടിട്ട് ചെറിയ ഉള്ളി, അതാണ് സത്യം. അവിടെ പോയിട്ടുണ്ടല്ലേ? അവിടെ സവോള ഇടുകയല്ല, ചെറിയ ഉള്ളി, അതെല്ലാം അവിടെ കുറെ അങ്ങ് വാരിയിടും. എന്നിട്ട് ഈ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ വേണ്ട കുറെ സാധനങ്ങളെല്ലാം പൊടിച്ച് വറുത്തരച്ച് അതിനകത്തോട്ട് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് വഴറ്റും. ഈ സമയത്ത് നമ്മുടെ ബീഫ് എവിടെയാ? ഫ്രിഡ്ജിലല്ല. ഈ സമയത്ത് ഈ ബീഫ് ഇഞ്ചി, ഇതുകൊണ്ട് പറയുമ്പോൾ തന്നെ വായിക്കൂടെ വെള്ളം വരിക. ഇതിനകത്ത് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഇതിങ്ങനെ ഉണ്ട കൊണ്ടിരുന്ന പോലെ ഇങ്ങനെ നേരെ അതിനാ വെളിച്ചെണ്ണയ്ക്ക് അതൊരു ഉണ്ടാക്കി ഇടും. പറഞ്ഞ ഒച്ച ടേസ്റ്റ് ആയിരിക്കും എന്നറിയോ? പിന്നെ അത് വഴറ്റി കുറേ നേരം കഴിയുമ്പോൾ ഇതങ്ങ് അടച്ചു വെക്കും.
അത് കഴിഞ്ഞ് ഇതങ്ങ് തുറന്നിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് ഇതങ്ങ് വഴറ്റാൻ തുടങ്ങും. വഴറ്റി 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 എന്റെ പൊന്നെ എന്തിനു പറയുന്ന അതിനകത്തുനിന്ന് ഒരു ബീഫ് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഞെരക്കി കഴിഞ്ഞാണ്ടല്ലോ ഈ അലുവയൊക്കെ പൊടിഞ്ഞു പോകുന്ന പോലെയാ. പിന്നെ വേറെ ഒന്നും വേണ്ട. എന്തായാലും ഈ ബീഫ് കഴിച്ചതോടുകൂടി ലംബോദരം മാഷ് അങ്ങ് ഒതുങ്ങി. ഈ ബീഫ് വരട്ടിയത് ഒരു അനുരാധ ഉണ്ടാക്കിയതാണെന്നും പറഞ്ഞോണ്ടിരിക്കുക പുള്ളിക്കാരൻ. എന്തായാലും ഞാനൊന്നും എനിക്ക് ശക്കലം പരിപാടി ഉണ്ട് പോയിട്ട് ഞാൻ ഇറങ്ങിക്കോട്ടെ. ഇവിടെ ബീഫ് മേടിച്ചോ? ഓ ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ ആ മണം ഇങ്ങനെ നിൽക്കുക. പറ്റിയ സാധനം പാപ്പച്ചേട്ട കടയിൽ നിന്ന് ഒരു ശകലം ബീഫ് മേടിച്ചു കൊടുത്തരും കേട്ടോ. ചായ എടുക്കട്ടെ? അല്ല വന്നിട്ട് കുറെ സമയമായല്ലോ, നമുക്കൊരു ചായ പിടിച്ചാലോ? നേരത്തെ നീ ഇതല്ലല്ലോ പറഞ്ഞ. എന്ത് പറഞ്ഞു? ഓർമ്മയില്ല? ഞാൻ പറഞ്ഞുതരാം. നിന്റെ കയ്യിൽ നിന്ന് പച്ച വെള്ളം എനിക്ക് തരത്തില്ല. ഇന്ന് രാത്രി അത്താഴവും കാണത്തില്ല, നാളെ രാവിലത്തെ പ്രഭാത ഭക്ഷണവും കാണത്തില്ല. ഇനി മേലാൽ നിന്റെ കൈ കൊണ്ട് എനിക്ക് ഒരു ആഹാരവും ഉണ്ടാക്കി തരത്തില്ല എന്ന്. അത് നേരത്തെ പറഞ്ഞല്ലേ. അപ്പൊ ഇപ്പോഴോ? ഇപ്പൊ അങ്ങനെയല്ലല്ലോ, മാറിയല്ലോ. വായിച്ചായിട്ട് ചായ കുടിക്കാം. വാ. എന്തോ ഇങ്ങനെ നോക്കുന്നത്? അതൊക്കെ ഞാൻ തമാശക്ക് പറഞ്ഞല്ലേ ഈ ചായ. കൈയ്യട്. ഞാൻ സീരിയസ് ആയിട്ട് നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. എനിക്ക് വട്ടുണ്ടോന്നല്ലേ? ചെറുതായിട്ടുണ്ട്. ഈ ചായന എന്റെ വട്ട്.